വേണ്ടി നടത്തുന്ന PR പ്രൊപ്പഗാൻഡയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞങ്ങൾ അതിന്റെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. വളരെ അപകടമുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ കേരള പിറവി ദിനത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കേരളത്തിന് പല ആനുകൂല്യ ഭവന നിർമ്മാണത്തിനുള്ള സഹായവും നൽകി. ഭവന പുനരുദ്ധാരണം നടത്താൻ 1 ലക്ഷം രൂപ മാത്രം നൽകാനേ ചട്ടമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിദരിദ്ര കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ നൽകുന്നതിനായി പ്രത്യേക നടപടികൾ സ്വീകരിച്ചു. ഭൂമി ആവശ്യമുള്ളവർക്ക് അത് കണ്ടെത്തുന്നതിനായി ബൃഹത്തായ ഇടപെടലുകളാണ് ഉണ്ടായത്. 28 ഏക്കർ ഭൂമിയാണ് അതിനായി സ്പെഷ്യൽ ഡ്രൈവിലൂടെ കണ്ടെത്തിയത്. ഇതുകൂടാതെ മനസ്സോടിത്തിരി മണ്ണ് യജ്ഞത്തിൻ്റെ ഭാഗമായി 2.03 ഏക്കർ ഭൂമിയും ലഭ്യമാക്കി. ഭൂമി നൽകാൻ മുന്നോട്ട് വന്ന എല്ലാ സുമനസ്സുകൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കും. വരുമാനമില്ലാതെ കഷ്ടത അനുഭവിച്ചിരുന്ന 4394 കുടുംബങ്ങൾക്ക് സ്വയം വരുമാനം നേടാനുള്ള സഹായം നൽകി. കുടുംബശ്രീ മുഖേന ഉജ്ജീവനം പദ്ധതിയിലൂടെ 3822 പേർക്ക് പരിശീലനവും ധനസഹായവും ഉറപ്പാക്കി. 35,041 കുടുംബങ്ങളെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാക്കി. ഇതിനു പുറമെ 228 പേർക്ക് ജീവനോപാധികളും നൽകി. 5132 കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കി. 5583 കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനുള്ള പദ്ധതിയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള യാത്രാ സൗജന്യവും നടപ്പാക്കി. 331 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കി. 331 കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകി. 428 ഏകാംഗ കുടുംബങ്ങളെ സുരക്ഷിതമായ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതിനു പുറമെ 520 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 1000 കോടിയിലധികം രൂപയാണ് കേരളം ചെലവഴിച്ചത്. ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചവയാണ്. 1940കളിൽ തിരുവിതാംകൂറിൽ വലിയ തോതിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുകയും പല ഭാഗങ്ങളിലും കൊടിയ ദാരിദ്ര്യം നടമാടുകയും ചെയ്തു. മലബാറിലും തെക്കൻ കൻറയിലും ജന്മിമാരുടെ പൂഴ്ത്തിവെപ്പ് കാരണം ഭക്ഷ്യധാന്യങ്ങളില്ലാതെ സാധാരണ ജനങ്ങൾ വലയുന്ന അവസ്ഥയും സംജാതമായി. ഇതിനെതിരെ ചരിത്രപ്രസിദ്ധമായ കർഷക സമരങ്ങളും തൊഴിലാളി സമരങ്ങളും അരങ്ങേറുകയും അവയെ സാമ്രാജ്യത്വ നാട്ടുരാജാക്കന്മാരുടെ ഭരണകൂടങ്ങൾ ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. 1956 കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം നടന്ന സുപ്രധാന കാൽവെപ്പായിരുന്നു കുടിയൊഴിപ്പിക്കൽ നിരോധനവും സമഗ്ര കാർഷിക ബന്ധ പരിഷ്കരണവും. 1960കളിൽ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ കേരളത്തിലെ ബഹുജന പ്രസ്ഥാനങ്ങൾ സംഘടിതമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും തൽഫലമായി സാർവത്രിക റേഷനിങ് സമ്പ്രദായം നടപ്പിൽ വരികയും ചെയ്തു. കൂലിക്കായി കർഷക തൊഴിലാളികൾ നടത്തിയ പോരാട്ടങ്ങൾ ഉൾപ്പെടെ പട്ടിണിക്കും ദാരിദ്ര്യത്തിനുമെതിരെ ഒട്ടനവധി സമരങ്ങൾ ഉയർന്നു വന്നു. ഇവയ്ക്കൊപ്പം പുരോഗമന സ്വഭാവമുള്ള സർക്കാരുകൾ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ക്ഷേമപ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ നടപ്പാക്കിയത് കേരളത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനസംഖ്യയെ ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ സഹായകമായി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ ഇതിനു മുൻപ് സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിനും ഭൂരാഹിത്യവും
ഭവനരാഹിത്യവും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും കൈക്കൊണ്ട നടപടികളുടെ തുടർച്ചയാണ്. ഇവയുടെയൊക്കെ ഫലമാണ് നാം ഇന്ന് പ്രഖ്യാപിക്കുന്ന ഈ അഭിമാനകരമായ നേട്ടം. ഈ നിലയിൽ സമയബന്ധിതമായി ജനകീയ പങ്കാളിത്തത്തോടെ ക്ലേശകരമാം വിധമാണ് ലക്ഷ്യം സാധിച്ചത് എന്നത് എടുത്തു പറയേണ്ടതില്ലല്ലോ. അതിദാരിദ്ര്യമുക്ത പദവി സുസ്ഥിരമായി നിലനിർത്തുന്നതിനുള്ള ജാഗ്രതായ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കേണ്ടത്. മുക്തരായവരിൽ ആരും തിരികെ അതിദാരിദ്ര്യത്തിലേക്ക് വീണുപോകില്ല എന്നുറപ്പാക്കണം. അതിനായി കാലാകാലങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിനായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. വിവിധ തലങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായുള്ള രൂപരേഖ തയ്യാറായിട്ടുണ്ട്. അതിദാരിദ്ര്യമുക്തരായവരുടെ കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാമൂഹിക നീതി, തുല്യത എന്നിവ ഉറപ്പുവരുന്നതിനും ജാഗ്രതയോടെയുള്ളതും ജനപങ്കാളിത്തത്തോടെയുള്ളതുമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും.